ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം. നമ്മുടെ ഷാനവാസിൻ്റെ കുറേ വികൃതികളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഷാനവാസ് അനീഷും കൂടിയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. അപ്പോൾ പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, നോക്കൂ ആ നെവിനെ ഒന്ന് നോക്കൂ, അവൻ കിടന്നുകൊണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ബിഗ് ബോസ് വീട്ടിൽ കിടന്നുകൊണ്ട് അവൻ മേക്കപ്പ് ചെയ്യുന്നു. അപ്പുറത്ത് നോക്കി അനുമോളെ നോക്കി ഇട്ട മേക്കപ്പ് തലേണയിൽ കൂടെ ഇങ്ങനെ തുടച്ച് നീക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കുന്ന കണ്ട ശത്രുക്കളായിരുന്നു. എന്തൊരു മിത്രങ്ങളല്ലേ ഇവരൊക്കെ ചിരിച്ചുകൊണ്ടുണ്ട്. പനീഷിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. 1,40,000 കിട്ടിയത് കൊണ്ട് തന്നെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല നമ്മുടെ അനുമോൾക്ക് എന്നാൽ ഷാനവാസ് പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് പറയാം, അതെ ഇപ്പോൾ അനുമോൾ എന്താണെന്ന് പറയുന്നത് ഇവനോട് പറയുന്നത് 20,000 രൂപ തരാം, അക്ബറിനൊന്ന് പുറത്ത് വിടും ഇവിടുന്ന് എങ്ങനെയെങ്കിലും, ഇതാണ് ചോദിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ആദില പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ആദിലങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ അതിലോട് ആദിലനെ പറയുന്നുണ്ട്, ആദിലെന്തിനാ ഇങ്ങനെ വെറുതെ ചിരിക്കുന്നത്, അക്ബർ ആ കൈ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയട്ടെ, എന്താ നിനക്ക് പറ്റിയ എൻ്റെ ഷാനവാസേ എന്ന് പറയും. ഷാനവാസ് പറയുന്നത്, നോക്ക് നോക്ക് കണ്ണും കണ്ണും നോക്കിയിരിക്കുന്നു നോക്ക് അവരെല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാനവാസ് അബ്ബുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ കൂട്ടിയ ആൾക്കാർ ഇവിടെ തന്നെ നിർത്തിയിട്ടില്ല ഞാൻ. അനീഷ്, ആദില, നൂറ, അനുമോൾ, അനീഷൊക്കെ എങ്ങനെയായിരുന്നു കട്ടുകട്ടി മനസ്സായിരുന്നു, അതിനൊക്കെ ഞാൻ നിർത്തി പൊരിച്ചില്ലേ. അക്ബറിൻ്റെ കൂടെ നിന്നവർ ആരെങ്കിലും ഉണ്ട് ഇവിടെ സൗമന, അത് ശരിയാണ്, ആരുമില്ല. അപ്പം അനുമോൾ പറഞ്ഞത് തെറ്റൊക്കെ തന്നെ, ഫെയിമിൻ്റെ കാര്യം, ഫെയിം അറിഞ്ഞിട്ടാണ് കൂടെ കൂട്ടിയെന്നൊക്കെ പറയാൻ ശരി തന്നെ. പക്ഷേ ആദില, നൂറ അവളോട് കാണിക്കുന്നത് ഭയങ്കര തെറ്റാണ്, ഓവറാകുന്നുണ്ട് സൗമന, അത് ശരി തന്നെ. പക്ഷെ അനുമോൾ അനീഷും കൂടി ഡ്രാമ കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് സാബുമാൻ്റെ വകട്ട. അപ്പോൾ പക്ഷേ ഈ അക്ബർ ഉണ്ടല്ലോ, അപ്പോൾ ഷാനവാസ് പറയും, അക്ബർ ഉണ്ടല്ലോ അനുമോളെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ബാപ്പാന്ന് വിളിച്ചു, വോയിസ് പുറത്ത് വരാത്ത തെറികൾ അവർ വിളിക്കുന്നേ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ വോയിസ് ക്ലിപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റില്ല, വോയിസ് തെറി വിളിച്ച വോയിസ് എവിടെ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവൻ്റെ ബാപ്പയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഇവിടെ പുകില്. അപ്പാനി പോയപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടിയിരുന്നു, ഇനി ഞങ്ങളുടെ സ്റ്റാൻഡ് പുറത്ത് ബാഡാണെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു. അപ്പോഴും അവന് മനസ്സിലായില്ല. ജിസയിൽ പോയപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ജിസയിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനി അടുത്ത് പോകുന്നത് ആര്യനാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ആയില്ലേ, ആര്യം പുറത്ത് പോയില്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, എന്നിട്ടും അവർക്ക് അവരുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയണ്ട. അപ്പോൾ നമ്മുടെ സാബുമ്മൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഈ അനീഷേട്ടനും അനുമോളും കൂടി കാണിക്കുന്നത് ഒരു ഡ്രാമ പോലെ തോന്നുന്നുണ്ട്. ഞാൻ അനീഷേട്ടനും ഷാനവാസിക്കും കൂടിയിട്ട് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണോ, നല്ല കൂട്ടുകാരൻ തന്നെയാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ വളരെ റിയലാണ്. അനീഷ് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഞങ്ങൾ നോക്കത്തില്ല മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളായിരുന്നു, ഇപ്പം ഞാൻ അതിനെ ഒരുക്കിയെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു.